ഇതിപ്പോ ലെഫ്റ്റ് 1 2 3 4 5. എന്റെ അമ്മോ, ഇന്നാണ് എന്റെ ഇൻവെന്ററി ഒന്ന് നീറ്റ് ആയത്. 3 അടിക്കണം. 3 അടിച്ച ഫ്ലാറ്റ്. പിന്നെ നോക്കട്ടെ, 3 അടിച്ചു നോക്കട്ടെ. ബ്ലൂസ് ഓർ ബ്ലൂസ്. നോക്കട്ടെ. 1 2 ഒരു മിനിറ്റാ. 3 ഒന്നല്ല. ഓക്കെ, ഒന്നും പറ്റില്ല. പോയി അണ്ണ എന്ത് പറ്റി? ഒരു സാധനം അടിച്ചു നോക്കിയതാ. സാബുന്റെ സാധനം അടിച്ചാ? ഞാൻ തരാം. അണ്ണാ എന്റെ സാധനം കണ്ട? ഇത് സാബുന്റെ. അയ്യോ സോറി സോറി, ഞാൻ കത്തിച്ചപ്പോ അത് 3 കൂടി. ആ ഇല്ല ഓക്കെ ഞാൻ ഫോൺ ചാർജ് ചെയ്തിട്ട് അണ്ണാ ഇതുണ്ടാ? ഇത് എന്റെ മാത്രമല്ല, എക്സ്ക്ലൂസീവ് സാധനം. ഇത് കണ്ടാ? സാബുവിന്റെ അടിച്ചു പറ്റിയത്. ഇതെല്ലാം എന്റെ ഉണ്ട്. സാഗുരിന്റെ കടലുള്ള എല്ലാം എന്റെ ഉണ്ട്. ഇതാരാ? അയ്യോ സോറി സോറി ഇല്ല വിഷയം കുഴപ്പമില്ല. അറിയാതല്ലേ. സോറി ചേട്ടാ. നീ അടങ്ങിയിടാ. സോറി No consignment is scheduled. Do not trigger any major robberies or situation with PD. കണ്ട, റോബറി അടിക്കരുത് നട്ടോ. റോബറി അടിക്കാൻ പറ്റില്ല. നമുക്ക് പോയിട്ട് ഇപ്പം ഷേക്കിന്റെ ഇതങ്ങ് ഉദ്ഘാടനം ചെയ്യാം. അവരുടെ പരിപാടി തെറ്റിയെന്ന് വെച്ചിട്ട് നമ്മള് നമ്മുടെ സമയത്ത് ഉദ്ഘാടനം ചെയ്യാന്നോ? അല്ലെങ്കിൽ അണ്ണാ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ കാര്യം പറയട്ടാ, എനിക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് എന്തോ ആള് ചെയ്യുന്നുണ്ട് പുറത്തുനിന്ന്. നിന്റെ ഈ പ്രതീക്ഷയാണ് നിന്നെ തളർത്തുന്നത്. ഇതെന്തോ എനിക്ക് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇതൊക്കെ ഗസ് ചെയ്യില്ല. സർപ്രൈസ് എന്നെ ആർക്കും സർപ്രൈസ് ചെയ്യാൻ പറ്റൂല. പുള്ളി കാര്യമായിട്ട് എന്തോ എനിക്ക് എന്നെ ഞെട്ടിക്കാൻ എന്തോ വെച്ചിട്ടുണ്ട് സംഭവം ഇന്ന്. അണ്ണ നോക്കിയോ? അല്ലെങ്കിൽ ഇവന്റെ ലുക്ക് നോക്കണ്ണ. ആരുണ്ട് ഇവൻ? ഈ പയ്യൻ വാസന കുളിച്ച് കയറിയാട്ടാ. അണ്ണാ അതെ അണ്ണനാന്നോർത്ത് ഇവന്റെ അടുത്താ പോയി മിണ്ടിയത്. അണ്ണാ എന്തൊക്കെയുണ്ട് വിശേഷം? നീ സുന്ദരനെ ഉണ്ടല്ലോടാ. എന്തൊക്കെയാണ് വിശേഷം? എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഇതല്ല അണ്ണൻ. അതാ എന്താ പേരെന്താ? എന്റെ പേര് മുത്തു. മുത്തു മലയ്ക്ക് പോകാൻ ഇറങ്ങിയത്. ചന്ദ്രൻ വന്നേ. ചന്ദ്ര അമ്മ ഇതാരെന്നറിയോ? അതാണ് ലൂക്ക ജെയർ. മലയ്ക്ക് വന്നു. മറ്റേ ഫസ്റ്റ് ലീഡർ ബോൾ ഫസ്റ്റ് ഉള്ളവൻ. ഇതവൻ അതാണ് പറഞ്ഞ പഠിച്ച കള്ളൻ. ശബരിമലക്ക് പോണത്. ഓ ലൂക്ക ജെയർ ശബരിമലയ്ക്ക് പോണത്. നമ്മളെക്കാട്ടെ വലിയ കള്ളന്മാരുള്ള സിറ്റിയാണ് ഇത്. 600 പേരെന്ന് പറയുമ്പോ ആലോചിച്ച് നോക്കി എന്തൊക്കെ തെണ്ടിത്തരവന്മാര് കാണിക്കണം. കൊച്ചു സിറ്റി കിടന്നു 100 പേരുണ്ടപ്പോഴത്തേക്ക് സിറ്റി എനിക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാനേ ക്രിസ്ത്യാനോ മാറി മെസ്സി ഫാനായി. ടാറ്റു അടിക്കാം. അണ്ണാ ചുമ്മാ ഇവിടെ കൊറേ പുണ്ടച്ചോമാരുടെ പടി ഉണ്ടാക്കും ഇവിടെ കിടന്നു. ഇൻവെർട്ടറാ? ഇൻവെർട്ടറോ? കുത്തിയിട്ട് ഞാൻ ചാർജ് കയറുമോ? ബ്രോ ചാർജ് ചെയ്യട്ടെ? ഹലോ ഹലോ ചാർജർ പറഞ്ഞോ. നമ്മുടെ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ? സുഖാണോ? എനിക്ക് സുഖമാണ്.
ഫുഡൊക്കെ കഴിച്ചല്ലേ? ഓ ഞാൻ ഫുഡ് കഴിച്ചു. ബ്രോ ഫുഡ് കഴിച്ചോ? കഴിച്ചു. പരിപാടിക്ക് പോണില്ലേ? പരിപാടി ഇപ്പഴല്ല, 12 മണിക്കാണ് പരിപാടി. ഓഹോ 12 മണിയാവോ? അതെ അതെ. അവനെ എന്നെ പോലെ വല്ലികരി വന്ന് സംസാരിക്കാൻ അറിയത്തില്ല. എന്തായാലും നന്നായി. കുറച്ചെങ്കിലും നല്ല ആൾക്കാർ വേണ്ട സിറ്റിയില്. ഹലോ ബാബുവിന്റെ അനിയൻ. എന്താ കാണണമെന്ന് പറഞ്ഞ എന്തിനാ? കാണുന്നതല്ല, ഞാൻ ഡീറ്റെയിൽ വന്നിട്ട് പുള്ളിനെ കാണാൻ പറ്റിയില്ല. ഞാൻ ഇവിടെ വരുമ്പോ പുള്ളിനെ പോവും. അവൻ കാണാതിരിക്കണാണ് നല്ലത്. പിന്നെ നീ ഡ്രസ് ഇട്ട് കളിക്കുമല്ലോ സിറ്റിയില്. ബാബു ഇവിടെ ഇല്ല ആക്ച്വലി. ഹലോ, അവന് ഭയങ്കര ഈഗോ ഉണ്ട്. അവൻ അനിയൻ ആരില്ലെന്നാണ് അവൻ പറയണേ. അവൻ ഒറ്റ മോന്നാണ് പറയണത്. അവൻ എല്ലാവരും പറഞ്ഞു നടക്കണം. അവൻ പുള്ളിക്കാരിയിട്ടില്ല. ഹലോ, ഇങ്ങോട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ടായിരിക്കും. മീനുട്ടി ഇന്നലെ നമ്മള് 2 പെമ്പിള്ളേരെ കണ്ട്. ഒന്ന് ദർശന, 2 അയ്യോ അതിന്റെ പേരെന്തുവായിരുന്നു? ഒരു മിനിറ്റ് സഹോദര, ഒരു മിനിറ്റ്. ഞങ്ങൾ കാര്യം പേഴ്സണലി സംസാരിച്ചോണ്ടിരിക്കുക. മറ്റേ കൊച്ചിന്റെ പേരെന്തായിരുന്നു? മറ്റേത് പേരെന്തായിരുന്നു? ഒരു മിനിറ്റ് ഇപ്പൊ റാഷയായിരുന്നു അത്. ദർശന റാഷയാണ്. റാഷല്ല. ഒന്ന് ദർശന, 2 ബീവി പാത്തു. ഇവര് 2 പേര് സിംഗിൾ ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്താ മീനൂട്ടിയുടെ അഭിപ്രായം എന്താ? ദർശന കണ്ടിട്ടില്ലേ? ദർശനയോ? പക്ഷെ കൊള്ളാം, നല്ല കുട്ടിയാ. നല്ല കുട്ടിയാ. ഞാൻ ദർശനെ കാണുമ്പോ ഞാൻ എന്തായാലും മീനൂട്ടിയെ പരിചയപ്പെടുത്തി തരാം. പക്ഷെ സിംഗിൾ ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. അറിയത്തില്ല റിലേഷൻഷിപ്പ് ഉണ്ടോന്ന്. ഒന്ന് എന്തായാലും മീനൂട്ടി ഒന്ന് അന്വേഷിക്കുക കേട്ടോ. തിരക്കിയിട്ട് എന്തായാലും ഒന്ന് പറയണേ എന്നോട്. ഓക്കെ ഞാൻ പറ. അയ്യോ കണ്ടില്ലല്ലോ. 10:53 മെസ്സേജ് വന്നായിരുന്നല്ലേ. ഞാൻ കഴിച്ചു. അയ്യോ 2 മെസ്സേജ് ഞാൻ കണ്ടില്ല. ഞാൻ ഇപ്പോഴാ കണ്ടത്. ഒരു മിനിറ്റ്. ഹലോ, ഞാനാ സിറ്റിയില് വല്ല പരിപാടി ഉണ്ടെന്ന്. പിന്നെ ഇന്നല്ലേ പരിപാടി? മറ്റേ കോണം പറഞ്ഞ മറ്റേ ടോക്കിയോ ഇവിടെ ഇരിക്കണ്ട എടുത്ത് ഭിത്തിയിരുത്തട്ടാ. ആര്? മറ്റേ ടോക്കിയോ കുണ്ണിന്റെ ഗ്യാങ് എടുത്ത് ഭിത്തിയിരുത്തട്ടെ. എപ്പോഴായി പറ്റി? എവിടെന്ന് പറ, ഞങ്ങളങ്ങോട്ട് വരാം. നമ്മുടെ തീരത്തിന്റെ കൂടെ ഇരിക്കണ്ടോ? അവര് ഫുഡ് കൂടെ ഉണ്ട്. വലിയ ഭയങ്കര ഇടുന്ന സംസാരമൊക്കെ എടുത്ത് അടി കൊണ്ടിട്ട് വരുമെന്ന് പറയട്ടെ. ഞങ്ങളങ്ങോട്ട് വരുന്നു. എടാ ഗ്യാങ് വണ്ടി എടുത്തിട്ട് വരുവാ. ഗ്യാങ് വണ്ടി എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. മീനുട്ടി ഞങ്ങൾക്കൊരു ചെറിയ പരിപാടി ഉണ്ട്. അവിടെ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ. ചന്ദ്ര ഇത് ദർശനയാണോ?
കുരുവിയാണല്ലേ സോറി കുരുവി പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല കുരുവി ഓ സുഖമാണ് കുരുവി സുഖല്ലേ ഓക്കെ കുരുവി ഒരു ചെറിയ പരിപാടിക്ക് പോണം പോയിട്ട് വരാവേ നാരദാണോ അത് മതിയായില്ലേ എത്ര കുട്ടികളെ പഠിക്കരുത് പിന്നെ എന്തിനാണ് ഈ ഒട്ടി ഒട്ടി നടക്കണത് ഇറങ്ങി അതെ മോളെ ഞങ്ങളെ ചവിട്ടാവോ മോളെ ആ ഓക്കെ ചെറിയൊരു പരിപാടി ഉണ്ട് പോയിട്ട് വരാവേ എടാ എല്ലാരും ഗ്യാങ് വണ്ടി ഗ്യാങ് ഗ്യാങ് വണ്ടി ലോക്കല്ല ഇത് ഇറങ്ങാൻ ചവിട്ടില്ല ചവിട്ടി നാരദാ ഹെൽത്ത് ഒരു കാര്യമുണ്ട് മീനൂട്ടിയാണ് ദർശനം അയ്യോ മീനൂട്ടിയായിരുന്നു ദർശനം ലെഫ്റ്റും റൈറ്റും കീ മൗസിലെ അതെനിക്ക് അറിഞ്ഞൂടായിരുന്നടാ എക്സ് ഹോൾഡ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യാം അത് ഫുൾ പ്രാക്ടീസ് എക്സ് ഹോൾഡ് ഇതിപ്പോ ലെഫ്റ്റ് 1 2 3 4 5 ഞാൻ പ്രാക്ടീസ് ഇനി റൈറ്റ് 1 2 3 4 5 1 2 3 ഇനി അണ്ണാ വണ്ടി മൂവിങ് തന്നെ ആയിരിക്കണം ഈ ബസ് ഒന്ന് മെല്ലെ അടുത്തോട്ടുണ്ടോ അടുത്തോണ്ടാണ് തട്ട് കൊണ്ടുപോകണം എടാ ഗ്യാങ് വണ്ടി എടുത്തിട്ടേ ടിഡിഎമ്മിന്റെ അടുത്ത് പോണം എന്തിനു അടിയാ അവിടെ അവിടെ അടി ആര് പ്രശ്നം ചവിട്ടി തത്തരാൻ സിറ്റുവേഷൻ ആയ അതിന്റെ ഇടയ്ക്ക് എനിക്കറിഞ്ഞോ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേ എന്തൊക്കെയാണല്ലേ EMS ചവിട്ടിയ ഫാനാന്ന് പറയണേ ഞാൻ എത്ര ചവിട്ടി ചെയ്തല്ലേ അളിയാതി നീ ഈ സൈഡ് വാക്ക് റോഡിൽ നിന്നിടാ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടോ ഒന്ന് നോക്കണം അണ്ണ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നെ ഊമ്പി നമ്മള് അണ്ണ എവിടെ കൊണ്ട് ഇടിച്ച് പറിച്ചേ നമുക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റില്ലേ ആ ഇല്ല അണ്ണ ഇടിച്ച് മറി ഇവനടി അണ്ണ ഇടിച്ച് മറി വണ്ടി ഇടിച്ച് മറി ഈ വണ്ടിന്ന് ഇറങ്ങാൻ പറ്റൂല ഞാൻ പറഞ്ഞത് മലയാളം ഞാൻ പറഞ്ഞേ അണ്ണ കൺട്രോൾ എടുത്ത് ഫ്രണ്ട് പോക്ക് വണ്ടിയിലെ മുമ്പി പിള്ളേരെടുത്തിട്ട് ടോക്കിയാണ് ചോദിച്ചോ ഞങ്ങൾ താലികൾ വിടല്ലേ വലിയ മുടയാണോ അമ്മായി ടോക്കിയോടെ സിറ്റുവേഷനാ എടാ ഞങ്ങൾ കോരുത്തേ ഗ്യാങ്സ് കോരുത്തേ ആരും വരണേ ചന്ദ്ര പുറകിലോട്ട് പ്രശ്നോട് ഇതാണ് ഞാൻ പറഞ്ഞ പരിപാടി ഞാൻ പറഞ്ഞു എന്തിനേ ചന്ദ്ര കേറ് അണ്ണാ ഞാൻ ഇതൊന്നും എടുത്തിട്ടോട്ടെ അപ്പൊ ഷീൽഡ് ആർമറുണ്ടാ പിന്നെ എന്റെ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ഇതൊക്കെ എപ്പോഴും എടുത്ത് വെക്കൂടാ ആ എന്നാ വണ്ടിക്കകത്ത് ഡ്രോപ്പ് ചെയ്ത് ഒരു 10 എണ്ണം എനിക്കുള്ളത് മാത്രമേ ഉള്ളൂ 16 എണ്ണം ആകെ അതിന് 5 നന്നായി ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ ക്രോസ് കയറില്ല അയ്യോ ഒരു സെക്കൻഡ് ചന്ദ്ര നീ എടുത്തിട്ടോ അപ്പോഴത്തേക്ക് ക്രോസ് കയർ തെറ്റിയോട്ടെ ഞാൻ മുഞ്ചിയേ ഗൈസ് ക്രോസ് കയർ അല്ലേ എനിക്ക് ഗൈസ് ഞാൻ മുഞ്ചിയേ ക്രോസ് കയറിന്റെ സാധനം റീഇൻസ്റ്റാൾ ചെയ്യണം എനിക്ക് ഇല്ല അത് സെറ്റായി
ആ വാ 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 ചന്ദ്ര വാ ഫയലിടണ അങ്ങോട്ട് പോണം എന്താടാ ഇപ്പൊ ചത്തേരെ ഡ്രിങ്കിങ് ബർബൺ ഷുഗർ അതിലെന്തിനൊക്കെ കുടിച്ച് തീരാ പോണേ. ഇപ്പൊ ആരാ വന്നാ ഇങ്ങോട്ട്? അതെ അതെ ഞങ്ങള് വണ്ടി എടുത്ത് പോവാ. വരുന്നോ? ആരെല്ലാം കേറുന്നോ? എന്തൊരു എടാ TDM മാർക്കിടാ ചന്ദ്ര. ഇതെന്താ റെഡ് കിടക്കുന്നേ? എടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മാർക്ക് കിടക്കുന്ന എന്താ? ഈ വൈൻവുഡ് ബോൾ ആണോ TDM? ഗലീലി ഒബ്സർവേറ്ററി, ഗലീലി ഒബ്സർവേറ്ററി അതെന്റെ ഹലോ അവന്റെ അടുത്ത് പറഞ്ഞ അന്ന് പോയത് ഇന്ന് വന്നല്ലേ, ഭിത്തിയിലെടുത്തിരുത്തുന്നു കണ്ടി ഗ്യാങ് എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല. എവിടെ ഉണ്ട്? ഞാൻ TD എത്തിട്ടെണ്ണ അവന്മാര് പോയെണ്ണ. അതിന് പറയാനായിട്ടൊന്നുമില്ല എണ്ണ. ഞാൻ പറഞ്ഞ കണ്ടി ഗ്യാങ്ങിലിരുന്ന് വരെ പറഞ്ഞിട്ട് അവൻ മൈൻഡ് ചെയ്തില്ല. ഇറ്റ്സ് ഓക്കെ എന്ന് എന്നോട്. എടാ അമ്മര് പോയെന്ന് കാരണം എന്നെ സർപ്രൈസ് ചെയ്യുമ്പോൾ ബോണ്ട് പോകണം ഇപ്പൊ നൈസായിട്ട്. ഓപ്പൺ ആയിട്ട് പറഞ്ഞോ? ഇതല്ലേ ഈ ഗലീലി ഒബ്സർവേറ്ററി അല്ലേ ഇത്? ആ അതന്നെ. നീ കാറിലാണെങ്കിൽ പറഞ്ഞോ? പറ. സർപ്രൈസിലാണോ? അല്ലല്ല സർപ്രൈസ് അല്ല. TDMനോട് അല്ല, എന്റെ അടുത്ത് സ്നൈപ്പാ പറഞ്ഞത്. KVയുടെ വണ്ടിയാണോ? അത് കോമൺ വണ്ടിയോ? അവര് പിണങ്ങി പോയെന്ന്. ഒരു 5 ആർമർ ഉണ്ട്. ആർമർ നീ എടുത്തില്ല ഇതുവരെ? അകത്ത് പോയി? ഇല്ല, ഞാൻ വിചാരിച്ച തരുമെന്ന്. നിന്നോട് പറഞ്ഞിട്ടല്ലടാ വെളിയിൽ പോയേ. ഇല്ല അന്നാ അത് പറഞ്ഞ കേട്ടില്ല. അഞ്ചെണ്ണം വണ്ടിക്കകത്ത് ഇട്ടാതെ. ആകെ 15 ഉള്ളു എന്റെ. 5 മതി. ഇഷ്ടം പോലെ ഉള്ളവന്മാരെ പിരികെ പോയ സ്ഥിതിക്കേ നമുക്കൊരു ഉണ്ണയെ കളിക്കാം. ഒരു കോടിക്കേ? അയ്യേ ഞാനില്ല. എന്നാ 1 കോടി എനിക്ക് വേണ്ട. ഇതാരാ പെലോടെ അടിയന്തരം? ഇതാണ് അങ്ങേരുടെ വീട്. എന്റെ ഫോട്ടോ പോയാട്ടാ സ്ക്രീൻ ചെയ്ത്. എനിക്ക് നിങ്ങളെ കമന്റ് ലോഡാവുന്നില്ല. ഒരു സെക്കൻഡ് നിങ്ങളെ കമന്റ് നടത്തോട്ടെ. അങ്ങോട്ട് പോയോ? എവിടെ അയക്കുന്ന മന്ദാരം? നമ്മുടെ വണ്ടി ആരെടുത്തോന്ന് പോയാ കളിയാക്കിയെന്ന് പറഞ്ഞിട്ട് ടോക്കിയോ മറിയാനോ നോക്കിയല്ല പേര് കണ്ടാ. കാരണം അവന്മാരുടെ ലീഡർ ഒരു കണ്ടി എന്നവരെ പറഞ്ഞു. അവര് തിരിഞ്ഞു വരും നോക്കില്ല. അവന്മാര് ഓക്കെ ബ്രോ ഇന്ന് പോയവന്മാരാണ്. ഇന്നാണ് സിറ്റി കയറുന്നത് അവന്മാര് കള്ളന്മാര്. അയ്യോ
ഇത് ഏത് gang? വായിക്കകത്ത് കൈ വെച്ച് കൊടുത്താൽ പോലും കടിക്കൂല ഇപ്പൊ. ഇത് മറ്റേ ടോക്കിയോ വാങ്ങിച്ച അമ്മാരാണോ? അത് തന്നെ മറിയാനോ ഓക്കെ മറിയാനോ. എടാ ടി വി അല്ലാണ്ട് ടോപ്പ് 3 ഗാങ്സ് ഏതാണ് യുവർ ഒപ്പീനിയൻ? ബ്രോ കറന്റ്ലി ടി വി അല്ലാണ്ട് എനിക്ക് നല്ല കൺപവർ ഉള്ള ഗാങ്സും അല്ലെങ്കിൽ നല്ല ഇതായിട്ടുള്ള ഗാങ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് KVA, പിന്നെ T47, സറാറെ. നീന്താ അല്ലെന്താ കോച്ചേ ഞാൻ വന്ന് ഒരിടത്തില്ല. നിങ്ങളാണോ? ബെല്ലാരി ഉണ്ട്. ബെല്ലാരി ഇപ്പം ഞാൻ ഇപ്പൊ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ സിറ്റിയിൽ ഇപ്പൊ ആക്റ്റീവ് അല്ല ബെല്ലാരി. അതുകൊണ്ടാണ് ഞാൻ ഈ സിറ്റിയിലെ കാര്യം പറഞ്ഞത്. മൊത്തത്തിൽ കമ്മ്യൂണിറ്റിയിലെ കാര്യമൊന്നും ഞാൻ പറയണേ. ഇവിടുത്തെ 3 പേര് മാസൊന്നും ഇപ്പൊ ഇവിടെ കളിക്കുന്നില്ലല്ലോടാ. മാസൊന്നും ഇവിടെ കളിക്കുന്നില്ലല്ലോ. ഇവിടെ ആരും ആക്റ്റീവ് അല്ലല്ലോ. ഇപ്പൊ കറന്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ളതില് 3 ഇതെന്ന് പറഞ്ഞ അടി തുടങ്ങി. ഇത് ഇപ്പൊ സ്റ്റാർട്ടാവും. പറ്റിയ ഗ്യാങ്